സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 2024 ഭരണി നക്ഷത്രം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയമാണ്. ഭരണി നക്ഷത്രം മേടക്കൂറാണ്. മേടക്കൂറിൽ നിന്ന് വ്യാഴൻ ഇടവക്കൂറിലേക്ക് മെയ് 1 മുതൽ സഞ്ചരിക്കുകയാണ്. ഈ കാലഘട്ടം ഭരണി നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഉത്തമ കാലഘട്ടമാകുന്നു. ഭരണി നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ ഭരണി നക്ഷത്രക്കാർ പൊതുവെ ദൈവവിശ്വാസികളും ഭക്തരും ദേവബ്രാഹ്മണ കർമ്മങ്ങളിൽ അതീവ താല്പര്യമുള്ളവരുമാകുന്നു. അവർ വിദ്യാസമ്പന്നരും സഞ്ചാരികളും വിദേശത്തും സ്വദേശത്തും വസിക്കുന്നവരും ആയിരിക്കും. ചിലപ്പോൾ മുൻകോപം അവർക്കുണ്ട്, അത് നിമിഷം കൊണ്ട് മാറിത്തീരുകയും ചെയ്യും. അത് ഭരണി നക്ഷത്രത്തിന്റെ ഒരു വിശേഷ ഗുണമാണ്. ഇവർ ശുക്രദശയിലാണ് ജനിക്കുന്നത്. അപ്പോൾ ശുക്രദശയിൽ ജനിക്കുന്നത് കൊണ്ട് ശുക്രൻ്റെതായ ഒരു ചൈതന്യം ഇവരുടെ മുഖത്ത് എപ്പോഴും പ്രസരിച്ച് കാണും. 2024 മെയ് 1 മുതൽ നല്ല കാലഘട്ടം തുടങ്ങുകയാണ്. കാരണം വ്യാഴൻ 2ാം ഭാവം, അതായത് ധനകുടുംബസ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് വിശേഷമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഈ ഘട്ടം സാധിക്കും. അവരവരുടെ കഴിവനുസരിച്ചുള്ള ജോലികളിൽ നിന്ന് ധനസമ്പാദ്യം, അതിൽ നിന്നുള്ള ഐശ്വര്യം, കീർത്തി, ഭാഗ്യം, ധനധാന്യാദി കീർത്തി എന്നിവയെല്ലാം ഉണ്ടാകും. കാരണം കഴിഞ്ഞ വർഷം വ്യാഴൻ ലഗ്നത്തിൽ നിന്നാൽ അതായത് ആ രാശിയിൽ നിന്നു എങ്കിലും ചിലരും ജന്മവേഴൻ അത്ര ഗുണം ചെയ്യുകയില്ല എന്ന്. എങ്കിലും ശനിയുടെയൊക്കെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇവർക്ക് വലിയ ദോഷം വന്നില്ല. അതിനേക്കാളും നല്ല ഗുണഫലങ്ങളാണ് 2024 മെയ് 1 മുതൽ അവർക്ക് അനുഭവമായി വരാൻ പോകുന്നത്. നമുക്ക് ഭരണി നക്ഷത്രത്തെ ഇന്ന് 3 സെക്ഷനായിട്ട് 3 രീതിക്കെടുക്കാം. ആദ്യം 25 വയസ്സ് വരെയുള്ളവരുടെ ഒരു കാര്യം, 25 മുതൽ 50 വരെയുള്ളവരുടെ ഒരു കാര്യം, 50 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലുള്ള ഈ പ്രായക്കാരുടെ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ചിലർ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരുന്നില്ലല്ലോ, ഞങ്ങൾ പ്രായമായതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ 22, 23 വയസ്സിൽ പ്രായമായവർക്ക് ഉദ്യോഗത്തിന് കാത്തിരുന്ന ഉദ്യോഗം താനെ വന്നു ചേരും. വ്യാഴന്റെ ഇഷ്ടസ്ഥിതിയും ശനിയുടെ ഇഷ്ടസ്ഥിതിയും രാഹുകേതുക്കളുടെ ഇഷ്ടസ്ഥിതിയും അതുപോലെ തന്നെ സൂര്യൻ ഇഷ്ടസ്ഥിതനാണ്. രാഹുകേതുക്കളും 1.5 വർഷത്തിനിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. എങ്കിലും ഇപ്പോൾ അവർക്ക് ഈ ഘട്ടം ഇവരെല്ലാം അനുകൂലമാണ്. അതുപോലെ 45 ദിവസത്തിൽ ഒരിക്കൽ മാറുന്ന ബുധനും ശുക്രനും ചൊവ്വയും അനുകൂലാവസ്ഥയിലാണ് നിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ആദ്യം 22, 23 വയസ്സിനകത്തുള്ളവർക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ജോലികൾ കിട്ടും. എന്നിട്ട് അടുത്ത് ഇവർക്ക് വിവാഹം ചിന്തിക്കാം. 25, 26 വയസ്സായ പുരുഷന്മാർക്ക് വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണ്. ചിലപ്പോൾ 19 വയസ്സായ 19-20 വയസ്സൊക്കെ ആയ സ്ത്രീകൾക്ക് വിവാഹത്തിന് ഉത്തമ കാലഘട്ടമാകുന്നു. പിന്നെ ഇവർക്ക് ഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഉത്തമമാണ്. അതായത് 28, 29 കാലഘട്ടങ്ങളിൽ ഇവർക്ക് ഗ്രഹം നിർമ്മിക്കാനും ഭൂമി വാങ്ങാനും സന്താനങ്ങൾ ജനിക്കുവാനുമുള്ള യോഗം പ്രത്യേകിച്ച് കാണപ്പെടുന്നു. 25 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് കാലം അനുകൂലമാണ്. അവർക്ക് സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും സന്താനങ്ങളെ പഠിപ്പിക്കുവാനും അവരിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നതെല്ലാം ഈ കാലഘട്ടത്തിൽ
അവരുടെ പ്രയത്നത്താൽ മാറിക്കിട്ടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്കും വിദ്യയിൽ നല്ല മാർക്ക് കിട്ടും. അതിന് നമ്മുടെ ശ്രമവും കൂടെ ആവശ്യമാണ്. അതുപോലെ തന്നെ 50 വയസ്സിനകത്തുള്ളവർക്ക് നല്ല ഗ്രഹയോഗം ഉണ്ടാകുകയും ഗ്രഹത്തിൽ സാധനങ്ങൾ വാങ്ങാനും അല്പം സ്വർണം വാങ്ങാനും അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഇവർക്ക് ഈ കാലഘട്ടം അനുകൂലമാണ്. ചെറിയ ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് രോഗം പൂർണ്ണമായി മാറുകയും അതിനുവേണ്ടി ചില മരുന്നുകൾ ഡാക്ടറുടെ നിർദ്ദേശപ്രകാരം കുറയ്ക്കാനും കൂട്ടുവാനും ഉള്ള കാലഘട്ടവും ആകുന്നു. അപ്പോൾ പൊതുവെ ഭരണി നക്ഷത്രജാതകർക്ക് വ്യാഴന്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് സാമ്പത്തിക നേട്ടം, ഗ്രഹസൗഖ്യം, വാഹന സൗഖ്യം, ഏറ്റവും പ്രധാനമാണല്ലോ മനസ്സുഖം എന്നിവയെല്ലാം ലഭിക്കും. അതുപോലെ തന്നെ ഇവർക്ക് മുടങ്ങിക്കിടന്ന ചില വിദ്യകൾ പൂർണ്ണമാക്കുവാനും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ശ്രമിക്കണം. ചെറുപ്രായത്തിലുള്ളവർ വിദ്യ മുടങ്ങിയവർ പലരുമുണ്ട്. അവർ എങ്ങനെയെങ്കിലും ശ്രമിച്ച് വിദ്യ പൂർത്തീകരിക്കേണ്ട കാലഘട്ടമാകുന്നു. അതുപോലെ ഇവർ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ സാമ്പത്തികം കൊടുക്കാതെ തന്നെ വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അങ്ങനെ ആഗ്രഹിക്കുന്നവരും മുടക്കരുത്, പോകണം. പോയാൽ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അനുകൂലമായ അവസ്ഥകൾ ദൈവസഹായത്താൽ, വ്യാഴൻ സർവ ഈശ്വരനാണല്ലോ, ആ ഈശ്വരൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവർക്ക് മുകളിൽ നിന്നുള്ള അധികാരികളിൽ നിന്നുള്ള അനുകൂല അവസ്ഥകൾ ഉണ്ടാകുകയും പിരിച്ചുവിടും അല്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നവർക്കും ഇവരുടെ സാമീപ്യം കൊണ്ട് കമ്പനിക്ക് നല്ല ബലവും സാമ്പത്തിക നേട്ടങ്ങളും കമ്പനിക്കും വന്നു ചേരും. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർ, വിദേശത്ത് ചെയ്യുന്നവർക്ക് അല്പ കൂട്ടി ബിസിനസ് നടത്തി കഴിഞ്ഞ വർഷത്തെ 2 കൊല്ലത്തെ തോൽവിക്ക് പരിഹാരം ഉണ്ടാക്കാം. പൊതുവെ കുടുംബജീവിതം ഭദ്രമായിരിക്കും, ഭാര്യാഭർത്തൃ ജീവിതവും നന്നായിരിക്കും. പിന്നെ അതുപോലെ ചെറുപ്പക്കാർക്ക് വാഹനം വാങ്ങാനും നല്ല ഭൂമി ലഭിക്കാനും വിവാഹം വഴി നല്ല നേട്ടങ്ങളും ഉണ്ടാകുവാൻ സാധിക്കും. ചിലപ്പോൾ സ്നേഹിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അകന്നു നിൽക്കുകയോ ചെയ്തവരെല്ലാം യോജിക്കും. പ്രത്യേകിച്ച് ബന്ധുക്കളുമായി കലഹമോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന പലരും ഉണ്ടല്ലോ, അവർക്കും ഈ ഘട്ടം വളരെ അനുകൂലമായിരിക്കും. മിത്രം ശത്രു എന്ന് പറഞ്ഞതുപോലെ ശത്രുക്കളെല്ലാം നമ്മളെ അടുത്ത മിത്രങ്ങളായി വരും. പിന്നെ മിത്രങ്ങളായി നിൽക്കുന്നവർ ശത്രുഭാവത്തിൽ നിന്ന് മാറി വരികയും ചെയ്യും. അതേപോലെ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് പൊതുവെ ആരോഗ്യം നന്നായിരിക്കും. പിന്നെ അവർക്ക് ജോലിയിൽ ഉയർച്ചകളും ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുവാനും സർക്കാർ സംബന്ധിയായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പ്രത്യേകിച്ച് ഓഫീസർമാർ, അതുപോലെ തന്നെ സാധാരണ ജീവിതം നയിക്കുന്നവർ, ഇവർക്കെല്ലാം ബിസിനസ്സുകാർ, പിന്നെ കുടിൽ വ്യവസായം ചെയ്യുന്നവർ, ഇവർക്കെല്ലാം വളരെ അനുകൂലങ്ങൾ ഉണ്ടാകുകയും ഈ 50, 60, 70, 75 ഈ കാലങ്ങളിൽ ഉള്ളവർക്ക് ആരോഗ്യത്തിൽ നേട്ടവും എന്തെങ്കിലും രോഗം കണ്ടുപിടിക്കാതിരുന്നാൽ തന്നെ അത് ദൈവസഹായത്താൽ കണ്ടുപിടിക്കുവാൻ സാധിക്കും. ജാതകബലം കൂടെ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജാതകത്തിൽ തന്നെ വ്യാഴൻ മോശമായി നിന്നാൽ പോലും ഈ ഘട്ടം ഇവർക്ക് ദൈവാധീനത്താൽ വ്യാഴന്റെ ഫലം കൂടെ ലഭിക്കും. അല്ലെങ്കിൽ തന്നെ
വ്യാഴന് അല്പമൗഢ്യമോ അല്ലെങ്കിൽ നീചസ്ഥിതിയോ ഒക്കെ ഉണ്ടെങ്കിലും അതും ഭഗവാൻ പരിഹരിച്ച് നിങ്ങളെ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അതുപോലെ കിട്ടേണ്ട പൈസകൾ നിർബന്ധിച്ച് നിർബന്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്താൽ നമ്മളിൽ നിന്ന് പോയ പൈസകൾ തിരികെ വരാനുള്ള ഏറ്റവും അനുകൂലമായ ഘട്ടമാകുന്നു. വിദ്യാർത്ഥികൾ പൊതുവെ ശ്രദ്ധ ചെലുത്തുന്നതും വിദ്യയിൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ ഐശ്വര്യപ്രദം. അതുപോലെ ചെറുകിട കർഷകർക്ക് അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ കുറച്ച് തൊഴിൽ ചെയ്യുവാൻ പ്രയാസം 1-2 മാസത്തേക്ക് കൂടെ അവർക്ക് ഇരിക്കും. അത് കഴിഞ്ഞാൽ കർഷകർക്ക് വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകും. പൊതുവെ ചൊവ്വയ്ക്കും ശനിയും യോജിച്ച് നിൽക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒരു 45 ദിവസം കൂടെ ഇരിക്കും. കലാകാരന്മാർക്ക് പ്രത്യേക ഒരു അനുകൂല സമയമാണ്. നടനം, നൃത്തം, അതുപോലെ തന്നെ നാടൻകല, സാമൂഹിക നൃത്തങ്ങൾ, ഇതിലെല്ലാം ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂല കാലഘട്ടമാകുന്നു. പിന്നെ ആക്ടർമാർ, അവർക്കും ഈ വർഷം അനുകൂല കാലമായതുകൊണ്ട് സമ്മാനങ്ങളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ വന്നു ചേരും. പ്രത്യേകിച്ച് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല അവസ്ഥകളും അവർക്ക് ആരോഗ്യസ്ഥിതികളും മെച്ചപ്പെട്ടു വരും. എഴുത്തുകാർക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂല സമയം. വ്യാഴൻ അവർക്ക് ഭാവന, വികാരം, വിചാരം എന്നീ എഴുത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടത്താൻ സാധിക്കും. സ്നേഹസമ്പന്നന്മാരായ ഇവർ ആദ്യം ചില പറ്റിപ്പുകളിൽ ചെന്ന് വീഴ്ന്നു പോകും. എങ്കിലും ഈ കാലഘട്ടം ആ പറ്റിപ്പുകളിൽ നിന്നെല്ലാം മോചനമായി ആരോഗ്യത്തോടുകൂടിയും ആയുസ്സോടുകൂടിയും കുടുംബത്തിന് സൗഭാഗ്യത്തോടുകൂടിയും വാഴുവാൻ നല്ല ഒരു അവസരമാണ്. വിഷ്ണുവിന് പൂജ കൊടുക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി അർച്ചന ആരാധനകൾ നടത്തുകയും ഒപ്പം ശിവക്ഷേത്രത്തിലും പോയി അർച്ചന ആരാധനകൾ നടത്തിക്കൊള്ളണം. ശുക്രദശയിലാണ് ഇവർ ജനിക്കുന്നത്. ശുക്രൻ കഴിഞ്ഞാൽ ആദിത്യൻ 6 കൊല്ലം, ശുക്രൻ 20 കൊല്ലം, അതിൽ ഏതാണ്ട് 10 കൊല്ലം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം 10 കൊല്ലം ശുക്രദശ. ആദിത്യൻ 6, ചന്ദ്രൻ 10, ചൊവ്വ 7, രാഹു 18, വ്യാഴം 16, ശനി 19. ഇങ്ങനെ അവരുടെ ദശാനാഥന്മാർ കടന്നു പോവുകയാണ്. ഏത് ദശയായിരുന്നാലും ഈ കാലഘട്ടത്തിൽ അവർക്ക് വളരെ അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. ദശാസന്ധികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഗണിച്ചു കൊള്ളണം. അതിന് ദേവപ്രീതിയാൽ പരിഹാരം നിശ്ചയമായി വന്നു ചേരും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.